നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളിൽ മുനികൾ തങ്ങളുടെ ജിജ്ഞാസ പ്രകടിപ്പിച്ചു. അടുത്ത ശ്ലോകത്തിൽ ഈ പുരാണം കേൾക്കുന്നത് കൊണ്ടുള്ള ആത്മീയമായ ഔന്നത്യത്തെയും അതിൻ്റെ പവിത്രതയെയും കുറിച്ച് മുനികൾ കൂടുതൽ വ്യക്തമായി ചോദിക്കുന്നു. ശൗനകാദി മുനികളുടെ ചോദ്യം തുടരുന്നു. ഈ ശ്ലോകത്തിൽ പുരാണ ശ്രവണത്തിൻ്റെ ഫലശ്രുതിയെക്കുറിച്ചുള്ള ആകാംക്ഷയാണ് മുനികൾ പ്രകടിപ്പിക്കുന്നത്. കിം ജ്ഞാനം പരമം തത്വം കിം ച മോക്ഷസ്യ ലക്ഷണം ഭക്തിഃ കിം ലക്ഷണാ പ്രോക്ത കഥം സാ ച നിരൂപിതാ. പദാനുപദാർത്ഥം. കിം ജ്ഞാനം എന്താണ്, ഏതാണ് അറിവ്, യഥാർത്ഥ ജ്ഞാനം ഏതാണ്? പരമതത്വം, പരമമായ തത്വം, ഏറ്റവും ഉയർന്ന സത്യം ഏതാണ്? കിം ച പിന്നെ എന്താണ്? മോക്ഷസ്യ ലക്ഷണം, മോക്ഷത്തിൻ്റെ അടയാളം അഥവാ ലക്ഷണം. ഭക്തിഃ ഭക്തി, കിം ലക്ഷണ എങ്ങനെയുള്ള ലക്ഷണത്തോടു കൂടിയതാണ്? പ്രോക്ത പറയപ്പെട്ടിട്ടുള്ളത്, കഥം എങ്ങനെ, സാ അത് ആ ഭക്തി, നിരൂപിത വിവരിക്കപ്പെട്ടിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സാരം. പരമമായ ജ്ഞാനം എന്താണ്? പരമതത്വം എന്താണ്? മോക്ഷത്തിൻ്റെ ലക്ഷണം എന്താണ്? ഭക്തിയുടെ ലക്ഷണമായി പറയപ്പെട്ടിട്ടുള്ളത് എന്താണ്? ആ ഭക്തിയെ എങ്ങനെയാണ് ഈ പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത്? ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ഭാരതീയ ദർശനത്തിൻ്റെ കാതലായ 4 കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നു. 1. ജ്ഞാനം, നോളേജ്. ലൗകികമായ അറിവല്ല മുനികൾ ചോദിക്കുന്നത്. ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചുമുള്ള ബോധമാണ് പരമം ജ്ഞാനം. 2. പരമതത്വം, സുപ്രീം ട്രൂത്ത്. പ്രപഞ്ചത്തിന് ആധാരമായ ആ ഏകസത്യം എന്താണ്? ബ്രഹ്മവൈവർത്ത പുരാണത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. 3. മോക്ഷം, ലിബറേഷൻ. ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനം. പല ദർശനങ്ങൾ മോക്ഷത്തെ പല രീതിയിൽ കാണുന്നു. സായുജ്യം, സാലോക്യം തുടങ്ങിയവ. ബ്രഹ്മവൈവർത്ത പുരാണം ഇതിനെ എങ്ങനെ കാണുന്നു എന്നാണ് ചോദ്യം. 4. ഭക്തി, ഡിവോഷൻ. ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ ഹൃദയം ഭക്തിയാണ്. കേവലം ആരാധനയല്ല, മറിച്ച് അചഞ്ചലമായ പ്രേമമാണ് ഭക്തി. സാ പരപ്രേമ രൂപ, അത് പരമമായ പ്രേമസ്വരൂപമാണ്. സാ പരപ്രേമരൂപ എന്ന് നാരദ ഭക്തി സൂത്രം പറയുന്നത് പോലെ ഭക്തിയുടെ ആഴമാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ഗുരുനാഥൻ്റെ കുറിപ്പ്. ശിഷ്യനായി താങ്കൾ ശ്രദ്ധിക്കുക, അറിവ് അഥവാ ജ്ഞാനം മാത്രം പോരാ, അതിനോടൊപ്പം ഹൃദയത്തിൻ്റെ ആർദ്രതയായ ഭക്തിയും വേണം. ജ്ഞാനം വഴി കാണിക്കുമ്പോൾ ഭക്തി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുന്നു. ഈ 2 കാര്യങ്ങളും ഒത്തുചേരുന്നതാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ പ്രത്യേകത. അടുത്ത ശ്ലോകത്തിൽ ഈ പുരാണം പഠിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന മറ്റു പ്രായോഗിക ഫലങ്ങളെക്കുറിച്ച് അഥവാ പുണ്യത്തെക്കുറിച്ച് മുനികൾ ചോദിക്കുന്നുണ്ട്. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.